സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഗായത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ദശാവതാരം സീരീസിലെ ഭഗവാന്റെ 4ാമത്തെ അവതാരമായ നരസിംഹമൂർത്തി അവതാരത്തെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ കഥയും ആ കഥാസന്ദർഭവുമാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പൊ എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടം തോന്നിയതും ആരാധന തോന്നിയതുമായിട്ടുള്ളൊരു കഥാപാത്രമാണ് കേട്ടോ ഭഗവാന്റെ നരസിംഹമൂർത്തി. ആ അവതാരത്തോട് വളരെ ഇഷ്ടമാണ്. ആ നരസിംഹമൂർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അടുത്തത് ഇഷ്ടം ഭഗവാന്റെ വസ്ത്രാവതാരമാണ്. അതായത് ദ്രൗപദിക്ക് വസ്ത്രം കൊടുക്കുന്ന ആ ഒരു അവതാരം ഉണ്ടല്ലോ, അതിനോട് ആ ഒരു അവതാരത്തിനോട് വളരെയധികം ആരാധനയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ. ഒരുപക്ഷെ ഒരു സ്ത്രീ ആയതുകൊണ്ടാവാം ഇത്രയും അധികം ആ ഭഗവാന്റെ വസ്ത്രാവതാരത്തെ ഞാൻ സ്നേഹിക്കുന്നത്. കാരണം ഒരു വഴിയുമില്ലാതെ ദ്രൗപദി പകച്ച് നിൽക്കുന്ന ആ ഒരു സമയത്ത് ഭഗവാൻ അങ്ങനെ ആലിംഗനം ചെയ്യുകയാണ് ദ്രൗപദിയെ. അപ്പോൾ അത്രത്തോളം ഇഷ്ടമാണ് ആ ഒരു ഭഗവാന്റെ വസ്ത്രാവതാരത്തെ. അപ്പോൾ ഞാൻ കഥ പറഞ്ഞ് നീട്ടുന്നില്ല, നമുക്ക് മെയിൻ ആയിട്ടുള്ള കഥയിലേക്ക് കടക്കാം. നരസിംഹമൂർത്തി അവതാരത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, ഖഡ്ഗി. ഇതാണ് ഭഗവാന്റെ 10 അവതാരം കേട്ടോ. അപ്പൊ അതിന് നമ്മൾ മത്സ്യാവതാരം, കൂർമാവതാരം, വരാഹമൂർത്തി അവതാരവും നോക്കിക്കഴിഞ്ഞു. ആ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവര് ഒന്ന് പോയിട്ട് കാണുക കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് നരസിംഹ അവതാരത്തെ കുറിച്ചാണ് പറയുന്നത്. നരസിംഹ അവതാരത്തിന്റെ കഥ ശരിക്കും തുടങ്ങുന്നത് ഭഗവാന്റെ വരാഹമൂർത്തി അവതാരത്തിന്റെ അവസാനത്തിൽ നിന്നാണ് കേട്ടോ. സജ്ജനങ്ങളെ സംരക്ഷിക്കാനും ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് യുഗം തോറും ഭഗവാൻ അനേകം അവതാരങ്ങളെ എടുക്കും. അതിലെ ഏറ്റവും രൗദ്രമേറിയ അവതാരമാണ് നരസിംഹമൂർത്തി അവതാരം. ഒരിക്കൽ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സനത് കുമാരന്മാർ വൈകുണ്ഠത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ദർശനം പ്രാപ്തമാക്കാനായിട്ട് എത്തുകയാണ്. അവിടെ വെച്ച് വൈകുണ്ഠത്തിലെ ദ്വാരപാലകന്മാരായ ജയവിജയന്മാർ അവരെ തടയുന്നുണ്ട്. അങ്ങനെ ഇതിൽ കോപിഷ്ഠരായ സനത് കുമാരന്മാർ അവരെ ശപിക്കുകയാണ്. അവരുടെ ശാപവചനങ്ങൾ ഇങ്ങനെയാണ്: ഇനി വരും ജന്മങ്ങളിൽ നീ അസുരകുലത്തിൽ അസുരന്മാരായിട്ട് തന്നെ ജനിക്കട്ടെ എന്നും ഭഗവാൻ മഹാവിഷ്ണുവിന്റെ കരങ്ങൾ കൊണ്ട് നിനക്ക് മൃത്യു പ്രാപ്തമാവട്ടെ എന്നായിരുന്നു ശാപം. ശാപം ഏറ്റുവാങ്ങിയ ജയവിജയന്മാർ അടുത്ത ജന്മത്തിൽ അസുരകുലത്തിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായി ജനിക്കുന്നുണ്ട്. ഹിരണ്യാക്ഷൻ ബ്രഹ്മദേവനെ തപസ് ചെയ്ത് അതിശക്തമായ വരങ്ങൾ പ്രാപ്തമാക്കുകയും തുടർന്ന് ത്രിലോകങ്ങളെ വരെ ആക്രമിക്കാനായിട്ട് തുടങ്ങി. അപ്സരസുമാരെയും ദേവസ്ത്രീകളെയും മഹർഷിമാരെയും ഒക്കെ അവർ ആക്രമിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ വന്ന് അവരുടെ ആക്രമണം എന്ന് പറയുന്നത് ഭൂമിദേവിയോടും കൂടെ ആയി തുടങ്ങി. ഹിരണ്യാക്ഷൻ ഭൂമിദേവിയെ ആക്രമിക്കുകയും തുടർന്ന് ഭൂമിദേവിയെ പാതാളത്തിലേക്ക് എടുത്തെറിയുകയും ചെയ്തു. പാതാളത്തിൽ ചെന്ന് നിലം പതിച്ച ഭൂമിദേവി വളരെ ദയനീയ അവസ്ഥയിൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ അലറി വിളിച്ച് കരയാനായിട്ട് തുടങ്ങി. ഭൂമിദേവിയുടെ പ്രാർത്ഥന കേൾക്കുന്ന ഭഗവാൻ മഹാവിഷ്ണു അദ്ദേഹത്തിന്റെ 3ാമത്തെ അവതാരമായ വരാഹമൂർത്തി അവതാരം കൈകൊണ്ട് ഹിരണ്യകശിപുവിനെ തോൽപ്പിച്ച് തന്റെ തേറ്റ ഉപയോഗിച്ച് ഭൂമിദേവിയെ പാതാളത്തിൽ നിന്ന് ഉയർത്തി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഹിരണ്യാക്ഷനെ തന്റെ തേറ്റയിലുള്ള കൂർത്ത കൊമ്പുകൾ ഉപയോഗിച്ച് മാറ് പിളർന്ന് കുത്തിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. തന്റെ ജ്യേഷ്ഠന്റെ മരണത്തിൽ കോപിഷ്ഠനാകുന്ന ഹിരണ്യകശിപു ബ്രഹ്മദേവനെ തപസ് ചെയ്ത് അതിശക്തമായ അമരത്വം എന്ന വരം പ്രാപ്തമാക്കണമെന്ന തീരുമാനത്തിലെത്തി. അങ്ങനെ സംവത്സരങ്ങളോളം ബ്രഹ്മദേവനെ തപസ് ചെയ്യാനായിട്ട് തുടങ്ങി ഹിരണ്യകശിപു. അതിഘോരമായ തപസ്സിനൊടുവിൽ ബ്രഹ്മദേവൻ ഹിരണ്യകശിപുവിന് മുന്നിൽ പ്രത്യക്ഷനായി. അങ്ങനെ ബ്രഹ്മദേവനെ കാണുന്ന മാത്രയിൽ തന്നെ ഹിരണ്യകശിപു ആനന്ദ പുളകിതനായി. അങ്ങനെ അമരത്വം എന്ന വരം വേണമെന്ന് ബ്രഹ്മദേവനോടായി ആവശ്യപ്പെട്ടു. ഹിരണ്യകശിപുവിന്റെ ഈ ഒരു ആവശ്യം കേൾക്കുന്ന ബ്രഹ്മദേവൻ അദ്ദേഹത്തിനോടായിട്ട് പറഞ്ഞു: ഒരിക്കലും ഒരു വ്യക്തിക്ക് അമരത്വം എന്ന വരം നൽകാനായിട്ട് സാധിക്കില്ല. കാരണം ഒരു വ്യക്തിക്ക് ജനിച്ചാൽ മരണം എന്നത് സുനിശ്ചിതം തന്നെയാണ്. അതുകൊണ്ട് അമരത്വം എന്നുള്ളൊരു വരം ഒരിക്കലും നൽകാനായിട്ട് സാധിക്കില്ല എന്ന്. അങ്ങനെ ഇത് കേട്ട് കുറച്ച് നിരാശനായ ഹിരണ്യകശിപു കുറച്ചു നേരം ചിന്തിച്ചതിന് ശേഷം മറ്റൊരു വരം വേണമെന്ന് ബ്രഹ്മദേവനോടായിട്ട് ആവശ്യപ്പെട്ടു. ഇത് കേൾക്കുന്ന ബ്രഹ്മദേവൻ എന്താണ് നിനക്ക് അടുത്ത വരം വേണ്ടത് എന്ന് ഹിരണ്യകശിപുവിനോടായിട്ട് ചോദിക്കുന്നുണ്ട്. ഹിരണ്യകശിപു ആവശ്യപ്പെട്ട് വരം കേട്ട് വരദാതാവായ ബ്രഹ്മദേവൻ തന്നെ പകച്ചു പോവുകയാണ്. അദ്ദേഹം ഇങ്ങനെയാണ് ആവശ്യപ്പെട്ടത്:
മനുഷ്യനോ ദേവന്മാരോ യക്ഷകിങ്കരന്മാരോ അസുരന്മാരോ മൃഗങ്ങളാലോ എന്റെ മരണം സംഭവിക്കരുത്. ഒരു ആയുധം കൊണ്ടും എന്റെ മരണം സംഭവിക്കരുത്. രാവും പകലും ആയിരിക്കരുത് എന്റെ മരണം സംഭവിക്കേണ്ടത്. എന്റെ മരണം എന്നത് ആകാശത്തോ ഭൂമിയിലോ പാതാളത്തിലോ ആയിരിക്കരുത്. അകത്തോ പുറത്തോ ആയിരിക്കരുത് എന്റെ മരണം. രാവോ പകലോ ആയിരിക്കരുത്. ഹിരണ്യകശിപു ആവശ്യപ്പെട്ട ഈ ഒരു വരം കേട്ട് ബ്രഹ്മദേവൻ ആകെ പകച്ചുപോയി. പക്ഷേ ഈ വരം അദ്ദേഹത്തിന് നൽകുകയല്ലാതെ വേറെ നിവർത്തിയൊന്നുമില്ല ബ്രഹ്മദേവന്. അതുകൊണ്ട് തന്നെ ബ്രഹ്മദേവൻ ഈ ഒരു വരം അദ്ദേഹത്തിന് നൽകി. വരപ്രാപ്തിയിൽ അഹങ്കാരം കൊണ്ട് ഹിരണ്യകശിപു ത്രിലോകങ്ങളും അടക്കി വാഴാനായി തുടങ്ങി. അദ്ദേഹത്തിന്റെ നഗരത്തിൽ അദ്ദേഹം നാരായണ ജപം പോലും പാടില്ല എന്ന് എല്ലാവരെയും പ്രഖ്യാപിച്ചു. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഇടയിൽ ഒരു കാര്യം സംഭവിച്ചു. അതായത് ഹിരണ്യകശിപുവിന്റെ ഭാര്യയായ കയാദു ഗർഭിണിയാവുകയാണ്. ത്രിലോകങ്ങളും അടക്കി വാഴുന്ന ഹിരണ്യകശിപുവിനെ എല്ലാവർക്കും ദേഷ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഹിരണ്യകശിപുവിനോടുള്ള പ്രതികാരം തീർക്കാനായി അദ്ദേഹത്തിന്റെ ഗർഭിണിയായ ഭാര്യ കയാദുവിനെ ഇന്ദ്രദേവൻ പിടിച്ചു വെക്കുകയുണ്ടായി. ഇതെല്ലാം അറിയുന്ന നാരദമുനി ഇന്ദ്രദേവനോടായിട്ട് പറയുന്നുണ്ട്, ഒരിക്കലും ഒരു ആക്രമണം സ്ത്രീകളോട് പാടില്ല. അതൊരു യോദ്ധാവിന്റെ ലക്ഷണമല്ല. അങ്ങനെ നാരദമുനിയുടെ വാക്കുകൾ കേൾക്കുന്ന ഇന്ദ്രദേവൻ കയാദുവിനെ തന്റെ ബന്ധനത്തിൽ നിന്ന് തുറന്നുവിടുന്നു. ദേവേന്ദ്രന്റെ ബന്ധനത്തിൽ നിന്ന് മോചിതയായ കയാദു തിരിച്ച് ഹിരണ്യകശിപുവിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ കയാദുവിനെ കാണുന്ന ഹിരണ്യകശിപുവിന് വളരെയധികം ക്രോധമുണ്ടാവുകയാണ്. മാത്രമല്ല ഗർഭിണിയായ കയാദുവിനെ സ്വീകരിക്കുന്ന പോലുമില്ല. അങ്ങനെ കയാദുവിന്റെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കുന്ന നാരദമുനി അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് കയാദുവിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. കയാദു നാരദമുനിയുടെ സംരക്ഷണത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെ പ്രസവകാലം മുഴുവനും നാരദമുനി കയാദുവിനെ അതിമനോഹരമായിട്ടുള്ള നാരായണ നാമങ്ങളും നാരായണ ഭജനകളും മാത്രമല്ല നാരായണ കഥകളുമാണ് പറഞ്ഞു കൊടുക്കുന്നത്. കയാദുവിന്റെ ഉള്ളിലിരിക്കുന്ന ആ കുഞ്ഞ് എല്ലാ കഥകളും എല്ലാ നാമങ്ങളും ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളൊക്കെ കേട്ടാണ് ആ ഒരു ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് പൂർണ്ണമാകുന്നത്. അങ്ങനെ മാസം തികഞ്ഞു. കയാദു അതിതേജോമയനായിട്ടുള്ള ഒരു പുത്രന് ജന്മം നൽകുകയും ചെയ്തു. അവന് പ്രഹ്ലാദൻ എന്ന നാമം നൽകുകയും ചെയ്തു. പ്രഹ്ലാദൻ എന്ന നാമത്തിന് തന്നെ വളരെ വിശിഷ്ടമായ അർത്ഥമുണ്ട്. പ്രാർത്ഥനയിൽ ആഹ്ലാദം കൊള്ളുന്നവൻ, അതാണ് പ്രഹ്ലാദൻ. പ്രാർത്ഥനയിൽ ആനന്ദം കൊള്ളുന്നവൻ ആരോ അവനാണ് പ്രഹ്ലാദൻ. പ്രഹ്ലാദന്റെ നാമം പോലെ തന്നെ പ്രഹ്ലാദൻ ആവട്ടെ വളരെ വലിയൊരു വിഷ്ണു ഭക്തനായിരുന്നു. പ്രഹ്ലാദന്റെ നാവിൽ എപ്പോഴും നാരായണ നാമ സങ്കീർത്തനങ്ങൾ മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇത് കേൾക്കുന്ന ഹിരണ്യകശിപു ആവട്ടെ ആകെ അസ്വസ്ഥനാവുന്നുണ്ട്. അദ്ദേഹത്തിന്റെ രാജ്യത്തിലെ എല്ലാവരുടെയും ഒരാള് പോലും നാരായണ നാമമോ നാരായണ പ്രാർത്ഥനയിലോ നാരായണ പൂജയിലോ ഏർപ്പെടാൻ പാടില്ല എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. പക്ഷേ പ്രഹ്ലാദനാവട്ടെ ഇതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല. പ്രഹ്ലാദൻ അദ്ദേഹത്തിന്റെ ആ കുഞ്ഞു ബാലകന്റെ നാമസങ്കീർത്തനത്തിലും ഭഗവാനെ കുറിച്ചുള്ള പ്രാർത്ഥനയിലും ഒക്കെ ഏർപ്പെട്ട് അത്രയും ആനന്ദം കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തന്റെ പുത്രനാണ് എന്ന് പോലും ഓർക്കാതെ ആ ഒരു പരിഗണന പോലും നൽകാതെ പ്രഹ്ലാദനെ വധിക്കാനായിട്ടുള്ള അനേകം ശ്രമങ്ങൾ ഹിരണ്യകശിപു നടത്തിയിരുന്നു. അതായത് കൊക്കയിൽ നിന്ന് തള്ളിവിട്ടിട്ടും പാമ്പിനെ അടുത്തിരുത്തിയിട്ടും മാത്രമല്ല തീയിട്ടിട്ടും ആനയെ അടുത്തുകൊണ്ടേ നിർത്തിയിട്ടും ഒക്കെ അങ്ങനെ പല രീതിയിലും പ്രഹ്ലാദനെ വധിക്കാനായി ശ്രമിച്ചിരുന്നു. പക്ഷേ അത്ഭുതം എന്ന് തന്നെ പറയട്ടെ, വളരെ അത്ഭുതകരമായ രീതിയിലാണ് പ്രഹ്ലാദൻ ഈ ഒരു ശ്രമത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്നത്. അങ്ങനെ ഒരിക്കൽ പ്രഹ്ലാദൻ ഒരു സന്ധ്യാസമയത്ത് കൊട്ടാരത്തിന്റെ അന്തപുരത്തിന്റെ ഉള്ളിലൂടെ ഭഗവാൻ നാരായണന്റെ നാമസങ്കീർത്തനത്തിൽ ഏർപ്പെട്ട് നടക്കുകയായിരുന്നു. അങ്ങനെ ഇതിൽ അസ്വസ്ഥനാകുന്ന ഹിരണ്യകശിപു പ്രഹ്ലാദനെ വളരെ മോശമായിട്ട് തന്നെ ശകാരിക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും പ്രഹ്ലാദൻ കുലുങ്ങുന്നില്ല. ഒട്ടും തന്നെ പ്രഹ്ലാദന് ദേഷ്യം വരുന്നില്ല. കാരണം ഹിരണ്യകശിപു ഇത്രയും മോശമായ രീതിയിൽ ശകാരിക്കുമ്പോൾ പോലും പ്രഹ്ലാദന്റെ നാവില് എന്നും ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളും ചുണ്ടില് വലിയൊരു പുഞ്ചിരിയും ഒക്കെയാണ്. അങ്ങനെ പ്രഹ്ലാദൻ വീണ്ടും വീണ്ടും ഭഗവാൻ നാരായണന്റെ നാരായണ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ അസ്വസ്ഥനാവുകയാണ് ഹിരണ്യകശിപു. അങ്ങനെ വളരെയധികം കോപാകുലനാവുന്ന ഹിരണ്യകശിപു ചോദിക്കുകയാണ്, എവിടെ നിന്റെ ഭഗവാൻ എന്ന്. എവിടെ നിന്റെ ഭഗവാൻ? ധൈര്യമുണ്ടെങ്കിൽ ആ ഭഗവാനോട് ഇവിടെ വരാൻ പറയൂ, നമ്മോട് യുദ്ധം ചെയ്യാനായിട്ട് പറയൂ. ഇങ്ങനെ പറയുകയാണ് ഹിരണ്യകശിപു. അപ്പോ എവിടെ നിന്റെ ഭഗവാൻ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹിരണ്യകശിപു വലിയൊരു ഉത്തരം കൊടുക്കുന്നുണ്ട്. എന്റെ ഭഗവാൻ എങ്ങും നിറഞ്ഞു നിൽക്കുകയാണ്. ഈ തൂണിലും തുരുമ്പിലും മണ്ണിലും വെണ്ണിലും ഒക്കെ എന്റെ ഭഗവാനുണ്ട്.
എന്ന് പറയാ. ഇത് കേൾക്കുമ്പോൾ ഹിരണ്യകശിപു വീണ്ടും വീണ്ടും അസ്വസ്ഥനാവുകയാണ്. പ്രഹ്ലാദനോട് ചോദിക്കുകയാണ്, മണ്ണിലും വീണ്ടിലും തൂണിലും തുരുമ്പിലുമുള്ള ഭഗവാൻ ഈ ഒരു കൊട്ടാരത്തിലെ ഈ തൂണിലും ഉണ്ടെങ്കിൽ വരാൻ പറയേ, കാണട്ടെ എന്ന്. അങ്ങനെ പ്രഹ്ലാദൻ ഇത് കേൾക്കുമ്പോൾ പ്രഹ്ലാദൻ ഒരു പുഞ്ചിരിയോടുകൂടി മന്ദഹാസത്തോടു കൂടി പറയുകയാണ്, ഉറപ്പായും ഈ തൂണിലുമുണ്ട് ഭഗവാൻ എന്ന്. വളരെ ഭക്തിയോടുകൂടി വളരെയധികം സാത്വികമായിട്ടുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് പ്രഹ്ലാദൻ ഇത് പറയുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു തരത്തിലുള്ള മറുപടി കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും അസ്വസ്ഥനാവുകയാണ്. അങ്ങനെ ഇത് കേട്ട് പ്രഹ്ലാദനെ മർദ്ദിക്കാനായിട്ടാണ് പോകുന്നത്, അതായത് പ്രഹ്ലാദനെ വധിക്കാനായിട്ട് പോവുകയാണ് ആര്, ഹിരണ്യകശിപു. അങ്ങനെ നാരായണ നാരായണ എന്ന് ഉറക്കെ വിളിക്കുന്ന പ്രഹ്ലാദന്റെ ഭഗവാൻ അതാ ആ തൂണ് പിളർന്ന് അങ്ങനെ അങ്ങോട്ട് വരികയാണ് ആ ഉഗ്ര സ്വരൂപമായ നരസിംഹരൂപം. വരെ ഈ പ്രപഞ്ചം കാണാത്ത ഭഗവാൻ നാരായണന്റെ ഇത്തരം ഒരു രൂപം കാണുന്ന ആ ഹിരണ്യകശിപുവും പ്രഹ്ലാദനും വരെ വളരെയധികം ഭയന്ന് പോവുകയാണ്. കാരണം നമ്മൾ ഭഗവാൻ നാരായണനെ വളരെ ശാന്ത സ്വരൂപനായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു നരസിംഹ അവതാരം എന്ന് പറയുന്നത് ആ ലോകത്തിന് അന്ന് അത് ആദ്യമായിട്ട് പ്രഥമമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. അത് കാണുമ്പോൾ ഹിരണ്യകശിപു അങ്ങനെ അങ്ങോട്ട് ഞെട്ടി പേടിച്ച് വിറച്ച് നിന്നു പോവുകയാണ്. അങ്ങനെ ദുഷ്ടനായ ഹിരണ്യകശിപുവിനെ ഭഗവാൻ നരസിംഹമൂർത്തി ഒരു വലിയ യുദ്ധത്തിനായിട്ട് വെല്ലുവിളിക്കുകയാണ്. ഭഗവാനെ കാണുന്ന മാത്രയിൽ തന്നെ ചെറിയ രീതിയിലൊക്കെ ഭയപ്പെട്ടിരുന്നു ഹിരണ്യകശിപു. പക്ഷെ അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും അദ്ദേഹത്തിന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അങ്ങനെ യുദ്ധത്തിന് തയ്യാറായി. രണ്ടുപേരും വളരെ അതിഘോരമായിട്ട് തന്നെ യുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങി. യുദ്ധം ചെയ്ത് അങ്ങനെ സന്ധ്യാസമയത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ആ ഒരു സമയം എന്ന് പറയുന്നത് സന്ധ്യാസമയമായിരുന്നു. കശിപുവിനെ കിട്ടിയ വരം പ്രാപ്തമാക്കാൻ പറ്റിയ സമയത്തിലേക്ക് ഭഗവാൻ നാരായണൻ അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചു കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ പൊക്കി എടുത്തോണ്ട് പോയി അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ കവാടത്തിന്റെ ഉമ്മറപ്പടിയിൽ കൊണ്ടുപോയി ചെന്ന് ഭഗവാൻ നരസിംഹമൂർത്തിയുടെ മടിത്തട്ടിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആ മടിത്തട്ടിൽ കടന്നുകൊണ്ട് പറയുകയാണ്, എന്നെ കൊല്ലാൻ നിനക്ക് സാധ്യമാവില്ല, കാരണം എനിക്ക് അത്ര വലിയ വരപ്രാപ്തി ലഭിച്ചിട്ടുണ്ട്. എന്റെ വരപ്രാപ്തി എന്താണെന്നുള്ളത് ഈ ത്രിലോകത്തിന് വരെ അറിയാവുന്നതാണ് എന്ന് നരസിംഹമൂർത്തിയോട് ആ മരണത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ പോലും ഹിരണ്യകശിപു ഇങ്ങനെ നിന്ന് പുലമ്പുകയാണ്. അപ്പോൾ നരസിംഹമൂർത്തി ഹിരണ്യകശിപുവിനോടായിട്ട് പറയുന്നുണ്ട്, എന്നെ നീ കാണുന്നില്ലേ ഹിരണ്യ, അതായത് ഞാൻ മനുഷ്യനല്ല, എന്നാൽ മൃഗമല്ല, എന്നാൽ ദേവനല്ല, അസുരനല്ല, ഞാൻ നരനും സിംഹവും ചേർന്ന് നരസിംഹമാണ്. ഞാൻ അകത്തും പുറത്തുമല്ല നിന്നെ ഇരുത്തിയിരിക്കുന്നത്, ഈ ഉമ്മറപ്പടിയിലാണ്. ആകാശത്തും ഭൂമിയിലുമല്ല, എന്റെ മടിത്തട്ടിലാണ് ഇരുത്തിയിരിക്കുന്നത്. ഒരായുധവും ഉപയോഗിച്ച് ഞാൻ നിന്നെ കൊല്ലില്ല, എനിക്കെന്റെ നഖങ്ങൾ തന്നെ പ്രാപ്തമാണ്. പിന്നെ ഈ സമയം എന്ന് പറയുന്നത് രാവുമല്ല പകലുമല്ല, ത്രിസന്ധ്യ നേരമാണ്. അങ്ങനെ നിന്റെ മരണം നിന്റെ അടുത്തെത്തിയിരിക്കുന്നു ഹിരണ്യകശിപു, മരണത്തിലേക്ക് പോവാൻ നീ തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞ് ഹിരണ്യകശിപുവിന്റെ ആ ഒരു കുടൽമാലകൾ വലിച്ചു പുറത്തിട്ട് അത്രയും നിഷ്ഠൂരമായിട്ടാണ് നരസിംഹമൂർത്തി അദ്ദേഹത്തെ വധിക്കുന്നത്. നരനല്ല മൃഗമല്ല നരസിംഹരൂപം, രാവല്ല പകലല്ല നിറസന്ധ്യ നീരം, അകമല്ല പുറമല്ല ഉമ്മറപ്പടിയിൽ, വിണ്ണല്ല മണ്ണല്ല തിരുമടിത്തട്ടിൽ, ദൈത്യന്റെ പ്രാണനില്ലാ നഗരജാലം, കുടൽമാല രുധിരവും മണിയുന്ന രൂപം, ബ്രഹ്മാണ്ഡ സത്വങ്ങൾ കാക്കുന്ന ദേവൻ, ഭക്തന്റെ രക്ഷയ്ക്കു നിമിഷാർദ്ധനേരം, ആ ദിവ്യ ദർശനം പ്രഹ്ലാദ പുണ്യം, ആ ദിവ്യ ദർശനം പ്രഹ്ലാദ പുണ്യം. അങ്ങനെ ഹിരണ്യകശിപുവിന്റെ വധം നടപ്പിലാക്കിയിട്ട് പോലും ഭഗവാന്റെ അത്ര രൗദ്രമായ ആ ഒരു നരസിംഹ അവതാരത്തിന് ശാന്തമാവാനായിട്ട് സാധിക്കുന്നില്ല. ത്രിലോകത്തിലും അദ്ദേഹത്തിന്റെ ആ കോപം, അദ്ദേഹത്തിന്റെ ആ ക്രോധം എന്ന് പറയുന്നത് നടുക്കി കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിനെ ശാന്തമാക്കാൻ ഭഗവാൻ എവിടെയാണ് അദ്ദേഹത്തിന്റെ കണ്ണു തുറക്കുന്നത്, എവിടെ ഭക്തിയുണ്ടോ അവിടെ ഭഗവാന്റെ സാന്നിധ്യം, ഭഗവാൻ ശാന്ത സ്വരൂപനായിട്ട് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഭഗവാനെ ശാന്തനാക്കുന്നത് പ്രഹ്ലാദന്റെ നാവിലൂടെ വരുന്ന നാമസങ്കീർത്തനത്തിലൂടെ തന്നെയാണ്. ഓം ഉഗ്രം വീര്യം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസംയം ഭീഷ്മനം ഭദ്രം മൃത്യും മഹാമ്യഹം.
മന്ത്രം ഭഗവാൻ നരസിംഹമൂർത്തിയുടെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു മന്ത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നരസിംഹമൂർത്തിയെ ഭജിക്കാനായിട്ട് ഈ മന്ത്രം ചെല്ലുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ്. ഇനി നമുക്ക് ഇത്രയും വലിയൊരു മന്ത്രം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നരസിംഹ ഗായത്രി ഉണ്ട് കേട്ടോ. അത് 4 വരിയേ ഉള്ളൂ, വളരെ എളുപ്പമായിട്ട് നമുക്ക് ചൊല്ലാനായിട്ട് സാധിക്കും. അത് ഞാനിപ്പോൾ പറഞ്ഞു തരാം. വജ്രനഖായ വിദ്മഹേ തീക്ഷദ്രംഷ്ട്രായ ധീമഹി തന്നോ നരസിംഹ പ്രചോദയാത്. അപ്പോൾ ഈ ഒരു ശ്ലോകം നരസിംഹ ഗായത്രിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് ചെല്ലാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനേകമായിട്ടുള്ള മോശം സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം ഈ ഒരു കലിയുഗത്തിൽ വളരെ മോശം പരിതസ്ഥിതിയിലൂടെ നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ശക്തി തരാനായിട്ട് ഭഗവാന്റെ ഉഗ്രരൂപം നമ്മളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെയധികം അത് നമുക്ക് തരുന്നൊരു വലിയ സപ്പോർട്ടാണ് ഭഗവാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഭഗവാൻ നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ ഒരു കഥ ഞാൻ ഭഗവാനെ സമർപ്പിക്കുന്നു. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീകൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ ഭഗവാന്റെ അടുത്ത അവതാരത്തിലൂടെ കാണാം.